JDU-വിന് പല സീറ്റുകളിലും വലിയ രീതിയിലുള്ള വിമത ശല്യവും അതുപോലെ തന്നെ വലിയ രീതിയിലുള്ള ക്രോസ് വോട്ടിങ്ങും അവിടെ നടക്കാൻ സാധ്യതയുണ്ട് എന്നുള്ളത് വ്യക്തമാകുന്ന ഒരു സാഹചര്യമാണ്. അതായത് JDU നേതാക്കളെ പരസ്യമായി തോൽപ്പിക്കാൻ വേണ്ടി BJP നേതാക്കൾ മനഃപൂർവ്വമായി ആഹ്വാനം ചെയ്യുന്നു എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ വാർത്തകൾ വരുന്നത്. ഇത് എത്രത്തോളം ശരിവെക്കുന്നു എന്നുള്ളത് അനുസരിച്ചിരിക്കും അവിടുത്തെ ജയപരാജയങ്ങൾ എല്ലാം തന്നെ. JDU-വിനെ പിളർത്താൻ ശ്രമിച്ചു എന്ന പരാതിയുടെ പേരിലായിരുന്നു നിതീഷ് കുമാർ ഒരിക്കൽ പാർട്ടി വിട്ട് NDA മുന്നണിയുടെ ഭാഗമായിരുന്ന JDU-വിനെ കൊണ്ടുവന്ന് മഹാഗഡ്ബന്ധന്റെ ഭാഗമാക്കിയത്. എന്നാൽ വീണ്ടും കർപ്പൂരി ഠാക്കൂറിന് ഭാരത് രത്ന കൊടുത്തല്ലോ, അതുകൊണ്ട് BJP-യുടെ കൂടെ ചേർന്ന് കളയാം എന്ന മുട്ടുമേൽ ന്യായം പറഞ്ഞുകൊണ്ടാണ് വീണ്ടും നിതീഷ് കുമാർ NDA-യോട് അടുത്തത്. ഇങ്ങനെ അവസരവാദിയായിട്ടുള്ള നിതീഷ് കുമാറിനെ ആരും വിശ്വസിക്കില്ല എന്നുള്ളത് നേരത്തെ തന്നെ തേജസ്വി യാദവ് പറഞ്ഞു കഴിഞ്ഞിരിക്കുന്ന കാര്യമായിരുന്നു. ഇപ്പോഴത്തെ വിഷയം അതല്ല. തേജസ്വി യാദവ് ഒരു കാര്യം കൂടി ഉറപ്പിച്ച് പറഞ്ഞിരിക്കുകയാണ്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് കഴിയുന്നതോടുകൂടി ബീഹാർ രാഷ്ട്രീയം കലങ്ങിത്തെളിയും എന്നാണ് അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അതായത് BJP-ക്ക് ഉണ്ടായിരുന്ന അപ്രമാദിത്വം എല്ലാം തന്നെ നഷ്ടപ്പെടാനുള്ള എല്ലാ സാധ്യതകളുമുണ്ട്. അതുമാത്രമല്ല, BJP-ക്ക് ഇനി അങ്ങോട്ട് മുന്നോട്ട് കാൽവെക്കാൻ കഴിയാത്ത രീതിയിൽ ജനങ്ങൾ അവിടെ ഇന്ത്യ മുന്നണിയെ വിജയിപ്പിച്ചെടുക്കും എന്നും പ്രത്യാശ പ്രകടിപ്പിച്ചിരിക്കുകയാണ്. നിലവിൽ ഇന്ത്യ മുന്നണിയിൽ 26 സീറ്റുകൾ RJD-ക്കും 9 സീറ്റുകൾ കോൺഗ്രസിനുമാണ് നൽകിയിരിക്കുന്നത്. കോൺഗ്രസ് ബഹുദൂരം മുന്നിലാണ് പല സ്ഥലങ്ങളിലും എന്നുള്ള റിപ്പോർട്ടുകളാണ് ഇപ്പോൾ വന്നുകൊണ്ടിരിക്കുന്നത്. ആദ്യം കനയ്യകുമാറിന് ബഹുസാര സീറ്റ് നിഷേധിച്ചതുമായി ബന്ധപ്പെട്ട ചെറിയ പടലപ്പിണക്കങ്ങൾ ഉണ്ടായിരുന്നുവെങ്കിലും അത് എല്ലാ രീതിയിലും ചർച്ച ചെയ്ത് പരിഹരിച്ചിരുന്നു. അതുകൊണ്ട് തന്നെ കോൺഗ്രസിനകത്ത് ഇപ്പോൾ പഠനപ്പിണക്കമോ ഒരു രീതിയിലുള്ള മത്സരബുദ്ധിയോ ഇല്ല. കോൺഗ്രസ് സ്ഥാനാർത്ഥികൾ പരസ്പരം വലിയ രീതിയിലുള്ള മുന്നേറ്റം നടത്താൻ വേണ്ടിയുള്ള തീവ്രമായ ശ്രമത്തിലാണ്. അതിനിടയിൽ ലാലു പ്രസാദ് യാദവിന്റെ ഗംഭീരമായ പ്രകടനവും അദ്ദേഹത്തിന്റെ പ്രസ്താവനയും അദ്ദേഹത്തിന്റെ റാലികളും എല്ലാം തന്നെ ബീഹാറിന്റെ രാഷ്ട്രീയ രംഗത്തെ കൊഴുപ്പിക്കുന്നുമുണ്ട്.